ഹായ് ഹലോ, ഇന്ന് സദ്യയിൽ വിളമ്പാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ വിഭവമാണ്. ഇതിൻ്റെ പേര് കായവട്ടം എന്നാണ്. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് പച്ച ഏത്തയ്ക്ക വെച്ചിട്ടാണ്. അതിനുവേണ്ടി ഞാൻ 2 പച്ച ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തോലൊന്നും കളയേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഏത്തയ്ക്കയ്ക്ക് പകരം സാധാ വാഴയ്ക്ക് വെച്ച് നമുക്കിത് ചെയ്തെടുക്കാം. പക്ഷേ ഏത്തയ്ക്ക കൊണ്ട് ചെയ്തെടുക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ്. വട്ടത്തിൽ അരിഞ്ഞെടുത്തുകൊണ്ടാണ് ഇതിന് നമ്മൾ കായവട്ടം എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു കനത്തിലാണ് ഇത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കഴുകുന്നത് ഈ കായയിലുള്ള കറയെല്ലാം പോയി കിട്ടാൻ വേണ്ടിയാണ്. ഇത് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഏത്തയ്ക്ക ആയതുകൊണ്ട് തന്നെ ഇതിന് ഇത്തിരി വേവുണ്ടാവുക. നമ്മൾ സാധാ കായയിലാണ് വെക്കുന്നതെങ്കിൽ ഇത്ര കണ്ട് വേവുണ്ടാവില്ല. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി ചെറുജീരകമാണ് എടുത്തിരിക്കുന്നത്. 1 സ്പൂൺ, 4-5 വെളുത്തുള്ളി, ഒരു 6-7 പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കണേ. ഇതിലേക്ക് എരിവ് കൊടുക്കുന്നത് പച്ചമുളകാണ്, മുളക് പൊടി ഇടരുത്. മിക്സിയിൽ അരച്ചാൽ ഈ ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് പരമാവധി കല്ലിൽ തന്നെ ചതയ്ക്കാൻ ശ്രദ്ധിക്കണേ. ഇനി തേങ്ങയൊന്ന് തിരുമ്മിയെടുക്കണേ. അതിനുവേണ്ടി ഒരു മുറി തേങ്ങയിലേക്ക് 2 തണ്ട് കറിവേപ്പിലയിട്ട് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് ഞരട്ടിയെടുക്കാം. ഇത് മാറ്റിവെക്കാം. ഇനി കായ വെന്തോന്ന് നോക്കാം. കായയിൽ അധികം വെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ഊറ്റി മാറ്റണേ. വെള്ളം അധികം ആവരുത്. നമ്മളുടെ കായെല്ലാം പാകത്തിന് വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ചെറുജീരകം, പച്ചമുളക്, വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറത്തക്ക രീതിക്ക് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഉടഞ്ഞു പോകരുത്. ഇനി ഇതിൻ്റെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം നമ്മൾ കൈകൊണ്ട് ഞരട്ടിയെടുത്ത നാളികേരം, കറിവേപ്പിലയും കൂടി ഉണ്ടല്ലോ, ഇതുകൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. നമുക്ക് വേണമെങ്കിൽ 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ തേങ്ങ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തത്. അങ്ങനെ രുചികരമായ കായവട്ടം റെഡി ആയിട്ടുണ്ട്. ഏത്തയ്ക്ക കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. അതിനുശേഷം അഭിപ്രായം കമൻറ്റായി അറിയിക്കാൻ കൂടി മറക്കല്ലേ.